ഇതെന്താ സാറേ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ആക്സിഡന്റിന്റെ ബന്ധമെങ്കിലും ഇല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കണോ സേ? ഒരു ഹലോ പറഞ്ഞ് ഐശ്വര്യമായിട്ടൊന്ന് ചിരിച്ചിട്ട് പോകും. വലിയ നഷ്ടമൊന്നും പറയാനല്ലോ. കാമോ നെമി പ്ലീസ്. ഇന്ന് ഭയങ്കര ഡിമാൻഡാണല്ലോ. എന്ത് വന്നാലും ശരി ഈ തിരുമുഖം കണ്ട് ഒരു പുഞ്ചിരിപ്പൂ പിടിച്ചു വാങ്ങിയിട്ടേ ഇന്ന് ഞാൻ വിടത്തുള്ളൂ. അങ്ങനെയുണ്ടോ? എന്താ നമി, എന്തിനാ കരയുന്നേ? അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചൊന്നും സംസാരിച്ചൊന്നും ഇഷ്ടമായില്ലല്ലേ? ഐ എം സോറി. ഞാൻ പറയാം. കാണണമെന്ന് വിചാരിച്ച് കണ്ടതല്ല. കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവിടുത്തെ കുഞ്ഞാണെന്ന്. അതുകൂടെ അറിഞ്ഞപ്പം ഇവിടെ വന്ന് പറയാഞ്ഞിട്ട് മനസ്സിനാകപ്പാടെ വല്ലാത്തൊരു വിഭ്രാന്തി. നേരെ ഇങ്ങോട്ട് വന്നു. സത്യം സത്യമായിട്ടുള്ളത് അങ്ങോട്ട് പറഞ്ഞു. ഇപ്പോഴല്ലേ എന്റെ പൊന്നു സാറേ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഗോവിന്ദങ്ങോട്ട് വെക്കോ? അല്ല സാറിന് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രൈവറെ പപ്പൻചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ മതി. പപ്പൻചേട്ടനെ എല്ലാം അറിയാം. എടാ പപ്പ, അല്ല ഞാൻ പറഞ്ഞെന്ന് തന്നോട് പോകാനാ പറഞ്ഞേ. ഞാൻ ചുമ്മാ വന്നോ. അങ്ങും തന്നെ വിളിച്ചോ? ഒരു ഡ്രൈവർക്കുള്ള സ്ഥാനമല്ല നിനക്ക് ഈ വീട്ടിൽ ഞാൻ തന്നിട്ടുള്ളത്. അല്ല, അവൻ നിന്നെ ഞാൻ തല്ലി ആദ്യമായിട്ട്. എന്തിനാണെന്ന് മനസ്സിലായോ? നിനക്കുമില്ലടാ മക്കള്. അവര് പ്രായമായി വരുമ്പോ വിശ്വസിച്ച് നോക്കാൻ ഏൽപ്പിക്കുന്നവര് എന്നെങ്കിലും നിന്നെ ചതിച്ചു എന്നറിയുമ്പോ അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ നിന്നെ തല്ലിയതെന്ന്. ഉണ്ട ചോറിന് നന്ദി വേണ്ടത് പട്ടിക്ക് മാത്രമല്ലടാ, മനുഷ്യനും വേണം. പോയിന്റ് മുമ്പേന്ന് അല്ല, ഒരു മുന്നറിയിപ്പും കൂടാതെ മുൻകൂറായിട്ട് അങ്ങ് കയറി ഗൃഹപ്രവേശം നടത്തിയോ? താനാള് കൊള്ളാവല്ലോടോ. എന്തു പറ്റി നിമി? താൻ ഈ മുഖം എടുത്ത് കയറ്റി വെക്കാതോ. കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഡാഡി നമ്മുടെ ബന്ധത്തെ കുറിച്ച് അറിഞ്ഞു. അറിയട്ടെ. രവിയേട്ടനൊക്കെ തമാശയാ. ഇങ്ങനെയൊരു ബന്ധം ഒരിക്കലും നടക്കില്ലെന്ന ഡാഡി പറയുന്നു. ഓ, ഡാഡി പറഞ്ഞ ഉടനെ ബന്ധം അങ്ങ് മുറിഞ്ഞു പോകും. തനിക്ക് എന്നെ മറക്കാൻ പറ്റുമോ? രവിയേട്ടാ, നിമി, തനിക്ക് എന്നെ മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും ഞാൻ കാലം മാറില്ല. പോരെ? ഇത് നിങ്ങളുടെ മോളായിരിക്കും. ഇവിടെ തല്ലാനും ശിക്ഷിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായി. അത് നിങ്ങളുടെ വീട്ടിൽ വെച്ച്. ഇത് എന്റെ വീടാണ്. ഇവിടെ വെച്ചത് പറ്റില്ല. നീ എന്നോട് സംസാരിക്കരുത്. കുറഞ്ഞപക്ഷം സ്വന്തം വീട്ടിൽ വെച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് വേണ്ട സാറേ. എന്റെ ബംഗ്ലാവിന്റെ വലിപ്പം കണ്ട് എന്റെ മകളുടെ സ്വത്ത് മോഹിച്ച് അവിടെ കയറി പറ്റാൻ ശ്രമിക്കുന്ന നീ. മിസ്റ്റർ മേനോൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഇത് എന്റെ വീടാണ്. ഇവിടെ കയറി വരുന്നവരോട് അവരാരായിരുന്നാലും ശരി മാന്യമായിട്ട് പെരുമാറുന്നതാണ് എന്റെ സംസ്കാരം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ബംഗ്ലാവിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിച്ചതെന്നല്ലേ? നിങ്ങളുടെ സ്വത്തും ബംഗ്ലാവും അധ്വാനം മാത്രം പറ്റി ഭക്ഷണം തേടുന്ന എന്നെ പോലെയുള്ളവന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ഞാൻ സ്നേഹിച്ചത് ഈ പെൺകുട്ടിയാണ്. അവൾ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഇവളെ കുറിച്ചുള്ള നിന്റെ ആ സ്വപ്നങ്ങളുണ്ടല്ലോ അത് നീ അങ്ങ് മറന്നേക്ക്. അത് ഡാഡി മാത്രം തീരുമാനിച്ച പോരാ. എടീ നീ എന്റെ മാനം കിടത്താൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കല്ലടി. വരെ ഇവിടെ വരാ. ഡാഡി എടുക്കടാ വണ്ടി. ആശാനെ മീൻ എന്ത് വിലയാണ്? 25 രൂപ. ഓ പെണ്ണുങ്ങാണെങ്കിൽ വില കുറച്ച് കൊടുത്തനല്ലേ? ആശാനായിട്ട് പോവാട്ടോ. ഇതാ 40 രൂപ. ഓ തന്റെ ഒടുക്കത്തെ വില. ഈ വില എങ്ങനെ മീൻ വാങ്ങിച്ചിനോടൂ? അതിന് കാശുള്ള വന്ന് വാങ്ങിച്ചോളൂപ്പാ. ഓ വരും വരും, ദുബായിക്കാരൻ വരും. ഗോവിന്ദൻകുട്ടി ഒന്ന് നിന്നേ. എന്താ ചേട്ടാ? എന്തിനാ ഈ പൂശി നിനക്ക് മനസ്സിലായോ? എന്നാലേ ദേ ഇതും കൂടി കിട്ടിക്കഴിയുമ്പോ നിനക്ക് മനസ്സിലായി. ഏഷണി പറഞ്ഞു കുടുംബം നടക്കുന്ന നാറി ചവിട്ടി കുടിക്കാൻ അമ്മ. ഇതിന് മാത്രം ഞാൻ എന്തോന്ന് ചെയ്ത്? അല്ലേ കൺമുമ്പേ കണ്ട കാര്യം പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം പോയൊരു പോക്കേ ആരും കണ്ടില്ലെന്നാ തോന്നണേ.